ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് മോദിക്കർ. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ളവരെല്ലാം ഇന്ത്യ ഈ കളിക്കളത്തിൽ വന്ന് കളിച്ച് പല ആൾക്കാരെയും പറ്റിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന പേരുപയോഗിച്ച് എത്രയോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പൈസ നഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലെ. പക്ഷെ ഇതിൽ നമ്മുടെ സമീർ മോദിയുടെ ഡയറക്റ്റ് സെല്ലിംഗ് പ്ലാൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള പല പ്ലാനുകളും ഇന്നലെയല്ല ഞാൻ തന്നെ ഒരാൾ വിളിച്ചിട്ട് അവരുടെ ഞാനൊരു ലീഡറാണെന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെയോ, ഓക്കെ, അപ്പം നമ്മുടെ പ്ലാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എനിക്ക് അവരുടെ പ്ലാനൊക്കെ കാണിച്ചു തന്നിരുന്നു. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ സമീർ മോദിയുടെ പ്ലാൻ എത്ര നന്നായിരുന്നു, നല്ലതാണെന്നാണ്. 1996 സ്റ്റാർട്ട് ചെയ്ത സമീർ മോദി 93 US MBA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഫിനാൻസ് MBA ചെയ്തുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം കണ്ടിരുന്നത് 50% ഓഫ് ദ മില്യനേഴ്സ് ഇൻ അമേരിക്കയിൽ ഇരിക്കുന്ന 50% മില്യനേഴ്സ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ നിന്നും വന്നവരാണ്. അപ്പോൾ ഇത് അഗെയിൻ ആദ്യം റോബർട്ട് കിയോസാക്കി പറഞ്ഞ അതേ സെന്റൻസിനെ അവിടെ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു. ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് നമ്മുടെ സമീർ മോദി സാർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരാണ് ഈ സമീർ മോദി സാർ? അവരുടെ അച്ഛനാണ് KK മോദി, അവരുടെയും അച്ഛനാണ് റായ് ബഹാദൂർ ഗുജർമാൽ മോദി. 1933 എന്ന് പറഞ്ഞ വർഷത്തിൽ 16 ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്തു. 16 ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിലുള്ള പല ആൾക്കാർക്കും എംപ്ലോയ്മെന്റ് അതല്ലെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് എന്ന രീതിയിൽ അവർ സ്റ്റാർട്ട് ചെയ്ത് 1968 പത്മശ്രീ അവാർഡ് വരെ വിൻ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് റായ് ബഹാദൂർ ഗുജർമാൽ മോദി. ഞാൻ പറയുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ നമ്മുടെ കയ്യിൽ നിന്നൊരു ഡബ്ബയുണ്ട് അല്ലെ, ആ ഗൂഗിളിൽ പോയി അങ്ങ് അടിച്ചാൽ മതി. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ബിസിനസ് അച്ചീവ്മെന്റ്.